കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM-നെ പ്രതി ചേർത്തതിന് പിന്നാലെ കൂടുതൽ നടപടിയിലേക്ക് കടക്കാൻ ഇ.ഡി. നേതാക്കളെ പ്രതി ചേർത്ത് തുടർ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. അതേസമയം നടപടിയെ നിയമപരമായി നേരിടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPM-നെതിരെ എന്തടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്നും സംസ്ഥാന സെക്രട്ടറി ചോദിച്ചു. സ്വത്തുക്കൾ മരവിപ്പിച്ചതായി ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നായിരുന്നു CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പ്രതികരണം. തികച്ചും തെറ്റായ രാഷ്ട്രീയ പ്രേരിതമായ വേറെ ഒരു കാര്യവും അവർക്ക് പറയാനില്ലാതിരിക്കുമ്പോൾ CPM-ൻ്റെ മേലെ പഴിയാരി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ്. രാഷ്ട്രീയമായ പ്രതികളോട് എല്ലാ പ്രതിപക്ഷ പാർട്ടികളോടും അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ വേറൊരു പതിപ്പാണ്. ഒരു തെളിവും കിട്ടാതിരിക്കുമ്പോൾ തെളിവ് എന്ന് പറഞ്ഞിട്ട് തികച്ചും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നേരിടും. CPM-നെതിരായിട്ട് വരുന്നു എന്ന് അവർ പറയുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് CPM-നെതിരായിട്ട് വരിക? രാഷ്ട്രീയമായിട്ട് അതുപോലെ നിയമപരമായിട്ട് കാര്യങ്ങൾ ഇതൊരു വേട്ടയാണ്. ഇങ്ങനെ ഉണ്ടോ എന്താ സംഭവം എന്നറിയില്ല. അല്ല, അത് മരവിപ്പിച്ചിരിക്കുകയല്ലേ, അതിപ്പോൾ കേസായിട്ട് നിൽക്കണം. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് എന്താണെന്ന് പറയട്ടെ, അറിയട്ടെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, നീക്കങ്ങളുണ്ടോ ഇല്ലയോ, ഇത് ഇപ്പോൾ നമുക്കറിയാത്തൊരു കാര്യത്തിൽ ഞാനങ്ങനെ മുൻകൂർ പ്രതികരിക്കാനും കഴിയില്ല. കഴമ്പുള്ളൊരു വാർത്തയാണെങ്കിൽ പാർട്ടിയെ വേട്ടയാടുക എന്നുള്ളത് തന്നെയാണ്. അത് അറിയില്ല, അറിഞ്ഞതിന് ശേഷം പറയും. രാഷ്ട്രീയ രംഗത്ത് സുതാര്യത വേണമെന്ന് പറയുന്ന CPM-ന് കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ സുതാര്യത ഇല്ലെന്ന് BJP നേതാവ് V മുരളീധരൻ പരിഹസിച്ചു. രാഷ്ട്രീയ രംഗത്ത് സുതാര്യത വേണമെന്ന് പറയുന്ന ആളുകളാണ്. സുതാര്യതയുടെ വക്താക്കളായിട്ടാണ് ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ട് ഞങ്ങൾ കേസ് കൊടുത്തത് എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ നിങ്ങളുടെയൊക്കെ ചാനലുകളിൽ ഇരുന്നിട്ട് എല്ലാ ദിവസവും അവകാശവാദം ഉന്നയിക്കുന്നത്. ഈ സുതാര്യത കള്ളപ്പണത്തിൻ്റെ കാര്യം വന്നപ്പോൾ കരുവന്നൂരിൽ പാവപ്പെട്ട ജനങ്ങളെ അവരുടെ പേരിൽ കള്ളവായ്പയെടുത്ത്, ബിനാമി പേരുകളിൽ കള്ളവായ്പയെടുത്ത് അത് പാർട്ടി നേതാക്കന്മാരുടെ സ്വത്താക്കി മാറ്റുന്ന ഘട്ടം വന്നപ്പോൾ, പാർട്ടിയുടെ സ്വത്താക്കി മാറ്റുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഈ സുതാര്യതയൊക്കെ എവിടെ പോയി? അതേസമയം CPM-ന്റെ അക്കൗണ്ടും സ്വത്തുക്കളും കണ്ടുകെട്ടിയ ED നടപടിയിൽ പ്രതികരിക്കാൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തയ്യാറായില്ല. സംസ്ഥാന നേതാക്കൾ മറുപടി പറയുമെന്നായിരുന്നു അദ്ദേഹം വിശദീകരിച്ചത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. സൂരജ്, ഇപ്പോൾ കേൾക്കുന്നത് ED-യുടെ തുടർ കുറ്റപത്രം ഉടൻ ഉണ്ടാകും, അതിൽ മറ്റു ചില നേതാക്കളുടെ പേരുകൂടി പ്രതിപട്ടികയിലേക്ക് എത്തും എന്നാണ്. അപ്പോൾ നീക്കങ്ങൾ കുറെ കൂടി ശക്തമാക്കുകയാണ് അന്വേഷണ ഏജൻസി. എന്താണ് CPM-ന്റെ നിലപാട്? എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക? എന്തെങ്കിലും വിശദീകരണങ്ങളോ മറ്റോ ലഭ്യമാണോ നേതാക്കളിൽ നിന്ന്? വിജയകുമാർ, നിയമപരമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് CPM ഈ ഘട്ടത്തിൽ ആലോചിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ നിയമോപദേശം തേടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായി ഇതുവരെയും ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത് സംബന്ധിച്ച CPM നേതൃത്വത്തിന് ഒരറിയിപ്പും ലഭിച്ചിട്ടില്ല. അതിനുശേഷം മാത്രം പ്രതികരണം എന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി പറയുന്നത്. പക്ഷേ സംസ്ഥാന സെക്രട്ടറി ആകട്ടെ കടന്നാക്രമിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ വേട്ട നടത്തുന്നു എന്നുള്ളതായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. ED ആകട്ടെ കുറച്ചുകൂടി നിലപാട് കടുപ്പിക്കുന്ന സമീപനത്തിലേക്ക് എത്തുന്നു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും അതുപോലെ തന്നെ മുൻ മന്ത്രി AC മൊയ്തീനെയും എല്ലാം ഈ അടുത്ത ഘട്ട കുറ്റപത്രത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പ്രതി ചേർക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു. CPM-നെ സംബന്ധിച്ച് ജില്ലയിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് ഈ കരിവന്നൂർ ഉൾപ്പെടുന്ന ലോക്കൽ കമ്മിറ്റിയുടെ 5 സെന്റ് ഭൂമിയാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടുകെട്ടിയിരിക്കുന്നു. അങ്ങനെ പാർട്ടിയെ വലിയ പ്രതിരോധത്തിലേക്ക് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികൾ തള്ളിവിടുന്നു എന്നൊരു വിലയിരുത്തലാണ് CPM-നുള്ളത്. അതുകൊണ്ട് തന്നെ നിയമപരമായും രാഷ്ട്രീയപരമായും ഇതിനെ നേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സുപ്രധാന വഴിത്തിരിവ് കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതായത് ഈ ബാങ്കിലെ തുക ഉപയോഗിച്ചുകൊണ്ട് CPM അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഈ ബാങ്കിൽ നിന്ന് തുക ഉപയോഗിച്ചു എന്നൊരു പരാതി മുൻ MLA കൂടിയായിട്ടുള്ള അനിലക്കര, നിലവിൽ AICC അംഗമാണ്, അദ്ദേഹം നൽകിയിരുന്നു. അതിൽ ക്രൈംബ്രാഞ്ച് അനിലക്കരയുടെ മൊഴി അല്പസമയം മുമ്പ് ഈ രാമനിലയത്തിൽ വെച്ച് രേഖപ്പെടുത്തി തൃശ്ശൂരിൽ. അതിനുശേഷം ഇപ്പോൾ അനിലക്കര മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ഒരു കാരണവശാലും CPM ജില്ലാ കമ്മിറ്റി ഇങ്ങനെ പണം പിൻവലിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ആർഗ്യുമെൻ്റ് ആയിരുന്നത്. അതിനേക്കാൾ ഉപരിയായി ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിയെ പ്രതിയാക്കി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കൃത്യമായി ക്രൈംബ്രാഞ്ചിന് കൊടുത്ത മൊഴിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ PK ബിജുവിന് ഉപയോഗിച്ച തുക അത് കരുവന്നൂർ, കുട്ടനല്ലൂർ തുടങ്ങിയ സർവീസ് സഹകരണ ബാങ്കുകളിലെ അനധികൃത വായ്പയുടെ കമ്മീഷനാണ്.
അതുപോലെ തന്നെ 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പഞ്ചായത്തുകളിൽ പ്രത്യേകിച്ച് വടക്കാഞ്ചേരി നഗരസഭയിൽ ഉപയോഗിച്ച സംഖ്യ അത് ഈ തുക ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂരല്ല ഇരിഞ്ഞാലക്കുട, കുന്നംകുളം തുടങ്ങിയ അസംബ്ലി മണ്ഡലങ്ങളിലും ഈ തുക ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 4 തെരഞ്ഞെടുപ്പുകളിൽ 8 കോടി രൂപയോളമാണ് ഉപയോഗിച്ചത്. ഇപ്പം നമ്മുടെ പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ 3 പ്രധാനപ്പെട്ട നേതാക്കന്മാരെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. ഒന്ന് MM വർഗീസിനെയും PK ബിജുവിനെയും അതുപോലെ തന്നെ MK കണ്ണനെയും. ഈ 3 ആളുകളാണ് നമ്മുടെ പ്രത്യക്ഷത്തിൽ നമ്മുടെ മുന്നിലുള്ളതും. യഥാർത്ഥത്തിൽ CPMൻ്റെ ജില്ലാ കമ്മിറ്റി അതിൻ്റെ പണം കൂടുതലായി, ഈ കള്ളപ്പണം കൂടുതലായി തെരഞ്ഞെടുപ്പുകളുടെ ചെലവിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് CPMൻ്റെ ജില്ലാ സെക്രട്ടറി ഇന്ന് ആലത്തൂർ MP-യുമായ K രാധാകൃഷ്ണൻ CPMൻ്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഈ കള്ളപ്പണം കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേസിൽ ഇവരോടൊപ്പം ചോദ്യം ചെയ്യേണ്ടതും പ്രതി ചേർക്കേണ്ടതുമായ പ്രതിയാണ് K രാധാകൃഷ്ണൻ എന്ന മൊഴിയാണ് ഇന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ മുന്നിൽ കൊടുത്തിട്ടുള്ളത്. ഏതാണ്ട് 8 കോടി രൂപയാണ് CPM ജില്ലാ കമ്മിറ്റി ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒഴികെ 3 തെരഞ്ഞെടുപ്പുകളിൽ ഈ കള്ളപ്പണം തെരഞ്ഞെടുപ്പുകളിൽ വിതരണം ചെയ്യാൻ നേതൃത്വം കൊടുത്തിട്ടുള്ളത് CPMൻ്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ മുൻ മന്ത്രിയും മുൻ സ്പീക്കറും ഇന്ന് ആലത്തൂർ MP-യുമായ K രാധാകൃഷ്ണനാണ് ഈ തുക കൂടുതലായി CPM ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേസിൽ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യണം. രാധാകൃഷ്ണൻ ചോദ്യം ചെയ്താൽ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ എത്ര ഫണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കരുവന്നൂരും കുട്ടനല്ലൂരും അയ്യന്തോളും പെരിങ്ങണ്ടൂരും ഉൾപ്പെടെ കുറുക്കഞ്ചേരിയും ഉൾപ്പെടെ ഏതൊക്കെ സർവീസ് സഹകരണ ബാങ്കിലേതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ K രാധാകൃഷ്ണനെ കൂടി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന 4 തെരഞ്ഞെടുപ്പുകളിൽ CPMൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഈ പണം ഉപയോഗിച്ചിട്ടുള്ളത് കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ CPMൻ്റെ ഈ തെരഞ്ഞെടുപ്പ് അംഗീകാരം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന അതിൻ്റെ അംഗീകാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CPM-IMൻ്റെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി എന്നതിൻ്റെ അംഗീകാരം റദ്ദാക്കണം. കാരണം ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപ കേന്ദ്രമായ സഹകരണ ബാങ്കുകൾ കൊള്ളയടിക്കുകയും ആ കൊള്ളയടിച്ചതിൻ്റെ അല്ലെങ്കിൽ വ്യാജമായ വായ്പ കൊടുത്തതിൻ്റെ കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് CPM തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ CPM-ന് രാഷ്ട്രീയമായി തുടരാനുള്ള അർഹതയില്ല. ഒരു കാര്യം CPM മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, MK കണ്ണനെയും അനിൽ അക്കര ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയ ശേഷം ഈ വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു. സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും.